ഹായ് ഓൾ, നമ്മൾ പുതിയൊരു ഡ്രാമ തുടങ്ങുകയാണ്. മൈ സ്വീറ്റ് മോബ്സ്റ്റർ. എനിക്ക് എക്സാംസ് ഒക്കെയാണ്, അതുകൊണ്ടാണ് കുറച്ച് നാളത്തേക്ക് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഡ്രാമ വളരെ പുതിയതും അതുപോലെ തന്നെ ഓൺഗോയിങ്ങും ആയിട്ടുള്ളത് കൊണ്ടാണ് നമ്മളിത് സെലക്ട് ചെയ്തത്. ഓൺഗോയിങ് ആയിട്ടുള്ളൊരു ഡ്രാമയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ചാനലിലേക്ക് കുറച്ച് ആൾക്കാരെങ്കിലും പുതിയതായിട്ട് വരികയുള്ളൂ. സോ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് കടക്കാം. ഈ ഒരു ഡ്രാമയുടെ സ്റ്റോറി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികൾക്ക് കാണാനായിട്ടുള്ള രീതിയിൽ വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ക്രിയേറ്റർ ഉണ്ട്. സോ അതാണ് നമ്മുടെ നായിക. ഇനി നായകൻ എന്ന് പറയുന്നത് ഒരുപാട് കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഗാങ്സ്റ്റർ ടീമിലുണ്ടായിരുന്ന അതിന്റെ തന്നെ ഹെഡ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇപ്പോൾ കുറ്റകൃത്യം എല്ലാം തന്നെ നിർത്തിയിട്ട് ചെറിയൊരു ബിസിനസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. സോ ഇവർ തമ്മിലുള്ള പ്രണയത്തെ കുറിച്ചാണ് ഈ ഒരു ഡ്രാമയിൽ മൊത്തത്തിൽ പറയുന്നത്. ഒട്ടും തന്നെ ക്രിഞ്ചില്ലാതെ വളരെ രസകരമായിട്ട് കുറച്ച് തമാശകളും കൂടുതൽ പ്രണയമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു നല്ല ഡ്രാമയാണിത്. സോ നമുക്ക് ഡ്രാമയിലേക്ക് കടക്കാം. സ്റ്റോറി തുടങ്ങുന്നത് തന്നെ ഒരു ഫ്ലാഷ് ബാക്കിൽ നിന്നുമാണ്. ഇപ്പോൾ വർഷം 2013. കൊറിയനെ തന്നെ വിറപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഗാങ്സ്റ്ററിനെയൊക്കെ കാണിക്കുന്നു. തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഹീറോ ആയിട്ടുള്ള ഗാങ്സ്റ്ററിന്റെ മകനുമുണ്ട്. അവന്റെ പേരാണ് സ്യോ ജി ഹ്വാൻ. ഈ ഒരു ഗാങ്സ്റ്ററിന്റെ തന്നെ റൈറ്റ് ഹാൻഡ് ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് കോ യാങ് ഹി. ഇവരെല്ലാവരും തന്നെ ഒറ്റ ടീം ആയിരുന്നെങ്കിൽ പോലും പിന്നീട് രണ്ട് ടീമായിട്ട് പിളർന്നു പോകുകയാണ്. ഒന്നാമത്തെ ടീം ആകട്ടെ നമ്മുടെ ഹീറോ ഉൾപ്പെടുന്ന ബുൾഡോങ് ഗ്യാങ്. രണ്ടാമത്തെ ടീം ആകട്ടെ നമ്മുടെ ഹീറോയുടെ അച്ഛന്റെ വലങ്കായായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ആൾ ഉൾപ്പെടുന്ന കാറ്റ് ഗാങ്. ഈ രണ്ട് ടീമിൽ ആരാണ് കൂടുതൽ ശക്തർ എന്നൊക്കെ മനസ്സിലാക്കുവാനായിട്ട് രണ്ട് ടീമിന്റെ ലീഡേഴ്സ് തമ്മിൽ ഒരടിയൊക്കെ നടത്തുവാനായിട്ട് പോകുകയാണ്. പക്ഷെ ഒരടി പോലും കാറ്റ് ഗാങ്ങിന്റെ നമ്മുടെ ഹീറോ ഗാങ്ങിന്റെ അടുത്തേക്ക് അടിക്കുവാനായിട്ട് പോലും സാധിക്കുന്നില്ല. അതായത് കാറ്റ് ഗാങ് അത്രയ്ക്ക് വീക്കാണ്. പിന്നീട് നമ്മുടെ ഹീറോയുടെ അച്ഛന്റെ ആ ഒരു സാമ്രാജ്യമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഹീറോ തന്നെയാണ്. അതായത് ഈ ഒരു ആൾക്കാരാകട്ടെ പല പല ഗ്യാങ്ങിൽ പോയി അടിപിടിയൊക്കെ ഉണ്ടാക്കുകയും പിന്നീട് അവരെ തോൽപ്പിക്കുകയും അങ്ങനെ നേഷൻ ഫുള്ളായിട്ട് വലിയൊരു ടീമൊക്കെ ആയി മാറുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ജീഹ്വാനും അതുപോലെ തന്നെ അവരുടെ ടീമും വളരെയധികം വലുതായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 10 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വർഷം 2023. നമ്മുടെ ജീഹ്വാനാകട്ടെ ഒരു ബുദ്ധിസ്റ്റ് ആരാധനാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് ജീഹ്വാന്റെ ടീമിനെ കാണിക്കുന്നത്. ഈ ടീമിലുള്ള എല്ലാവരും തന്നെ നമുക്ക് ഇതിനു മുമ്പ് പല പല ഡ്രാമാസിലൂടെ പരിചയമുള്ളവരാണ്. ചിലരാകട്ടെ സ്ഥിരം വില്ലന്മാരായിട്ടൊക്കെ പല ഡ്രാമാസിലും വന്നിട്ടുമുണ്ട്. ഇതെല്ലാം തന്നെ ഇവരുടെ ഇൻട്രോ സീൻസ് ആയതുകൊണ്ടും പിന്നെ ഇവരെയൊക്കെ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാനും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഇവർ അഭിനയിച്ച കുറച്ച് ഡ്രാമാസിന്റെ പേരൊക്കെ പറയാം. നമുക്ക് ആദ്യം തന്നെ ചുയങ്ങിനെ പരിചയപ്പെടാം. ചുയങ് നമ്മൾ എല്ലാവരും തന്നെ കണ്ടിട്ടുള്ള ചീറപ്പിലെ സെക്കൻഡ് ഹീറോ ആണ്. അത് മാത്രമല്ല, ഇപ്പോൾ നിലവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഡ്രീമിംഗ് ഓഫ് എ ഫ്രീക്കിംഗ് ഫെയറി ടെയിൽ എന്ന ഡ്രാമയിലും സെക്കൻഡ് ഹീറോ ആണ്. പക്ഷെ ഇതിൽ സെക്കൻഡ് ഹീറോ അല്ല. അടുത്തായിട്ട് നമുക്ക് ഈ ഡ്രാമയിലെ മറ്റൊരു ക്യാരക്ടർ ആയിട്ടുള്ള മാൻഹോനെ പരിചയപ്പെടാം. ഇദ്ദേഹമാകട്ടെ ഒരുപാട് ഡ്രാമാസിൽ വില്ലനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും എനിക്ക് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടതെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത് സിഗ്നൽ എന്ന ഡ്രാമയിലെ ഒരു പോലീസ് ഓഫീസറുടെ വേഷമായിരുന്നു. പോലീസ് ഓഫീസർ എന്നല്ല പറയാ, കോൾഡ് കേസ് ടീമിലെ ഒരു ക്യാരക്ടർ ആയിരുന്നു. സോ അടുത്ത ആള് ജെയ്സോ. ജെയ്സോനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിക്ക ഡ്രാമാസിലും ഇദ്ദേഹം ഉണ്ടെങ്കിലും മൈ ഡിയറസ്റ്റ് എന്ന ഡ്രാമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ഇദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി രണ്ട് പയ്യന്മാരും കൂടി ഉണ്ട്. അവരെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഇപ്പോൾ തന്നെ നമ്മൾ വിഷയത്തിൽ നിന്ന് ഒരുപാട് തന്നെ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള കഥയിലേക്ക് കടക്കാം. ഇവരെല്ലാവരും തന്നെ ജിഹ്വാന്റെ ടീമാണ്. അവരാകട്ടെ കൂടെയുള്ള ഒരാൾ മിസ്സിംഗ് ആയതുകൊണ്ട് തന്നെ അയാളെ അന്വേഷിക്കുവാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആകട്ടെ ഒരുപാട് ബോഡീസ് ഒക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കൊക്കെയാണ് അവർ ചെല്ലുന്നതും. അവിടെ ബ്ലഡിന്റെ മണമൊക്കെ കാരണം അവർക്ക് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും അവർ അന്വേഷിച്ചെത്തിയ അവിടെ ഒന്നും തന്നെ ഇല്ല എന്നൊരു റിപ്പോർട്ടൊക്കെ കൊടുക്കുവാനായിട്ട് ജോയങ്ങും ജിഹ്വാനും കോൾ ചെയ്യുന്നു. പ്രാർത്ഥനയിലൊക്കെ ആയിരുന്നു ജിഹ്വാൻ ഉള്ളെങ്കിൽ പോലും ഒരു ഗാങ്സ്റ്റേഴ്സ് സംസാരിക്കുന്ന രീതിയിൽ തന്നെ ആയിരുന്നു ആ ഒരു ഫോണിലൊക്കെ സംസാരിക്കുന്നത്. അതായത് പ്ലാസ്റ്റിക് ഒക്കെ കളഞ്ഞിട്ട് കൃത്യമായിട്ട് തന്നെ ബോഡീസ് ഒക്കെ എടുത്ത് വണ്ടിയിൽ ഇടുവാനും അതുപോലെ തന്നെ പോയി കഴിയുമ്പോഴത്തേക്കും സ്ഥലമൊക്കെ ക്ലീൻ ചെയ്യുവാനായിട്ടും അവൻ നിർദ്ദേശിക്കുന്നുമുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന സന്യാസിമാര് ഇവനാള് ഭീകരനാണല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. കുറെ നേരമായിട്ടുള്ള ഇരിപ്പല്ലേ. അങ്ങനെ ഇരിക്കെ അവന് വന്ന് എണീക്കുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് കാലും അഴിഞ്ഞു പോകുകയും അതുകൊണ്ട് തന്നെ അതിന്റെ വേദനയിൽ അവൻ കിടന്ന് നിലവിളിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ സന്യാസിമാരുടെ അടുത്ത് സോറി പറയണോ അതോ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി പോകണോ എന്ന് പോലും അറിയാതെ ആ ഒരു ടെൻഷനിലേക്കാണ് അവനും അവിടെ നിന്നും പോകുന്നത്. ബേസിക്കലി നമ്മുടെ നായകൻ ഒരു പാവമാണ്. അത്ര മാത്രമേ ഈ ഒരു സീനിൽ നിന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി നമ്മുടെ നായകനെ കാണിക്കുകയാണ്. പോലീസ് വേഷത്തിലൊക്കെ നിന്നുകൊണ്ട് ഫോണും വിളിച്ചുകൊണ്ട് നടന്നു മോടിയൊക്കെ വരുന്നത് കാണുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കും അവളൊരു പോലീസാന്ന്. പക്ഷെ ഒരിക്കലുമല്ല.
നമ്മുടെ നായികയുടെ ഫ്രണ്ട് ആകട്ടെ അത്യാവശ്യമായിട്ട് ഒരിടം വരെ വരണമെന്നൊക്കെ അവളോട് പറഞ്ഞു അവൾക്ക് ഡയറക്ഷൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം നായിക വന്ന് നിൽക്കുന്നതാകട്ടെ ഒരു ക്ലബിന്റെ മുമ്പിലാണ്. അങ്ങനെ ഇരിക്കെ നീ എത്രയും വേഗം ക്ലബിന്റെ അകത്തേക്കൊക്കെ കയറി വരണമെന്നൊക്കെ ഫ്രണ്ട് പറഞ്ഞ് കഴിയുമ്പോഴാകട്ടെ താൻ ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്തിട്ടില്ല എന്നൊക്കെ നായിക പറയുന്നുമുണ്ട്. എങ്കിൽ പോലും അവളും അകത്തേക്ക് എത്താമെന്ന് വാക്ക് നൽകുന്നു. നമുക്ക് ഈ ഒരു ഫ്രണ്ടിനെയും കൂടി പരിചയപ്പെട്ടേക്കാല്ലേ. എങ്ങാനും ജോ ഇങ്ങനെ ഒരു ജീവിതമൊക്കെ കിട്ടിയാലോ. സോ നമ്മുടെ ഈ ഒരു ഫ്രണ്ടിന്റെ പേരാണ് മീഹോ. പോലീസ് വേഷത്തിൽ ക്ലബിലേക്കൊക്കെ വരുവാനായിട്ട് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും സെക്യൂരിറ്റീസ് അവളെ കയറ്റിവിടുകയില്ല. അതുകൊണ്ട് തന്നെ ഇട്ടിരുന്ന ഡ്രസ്സിന്റെ മുകളിലായിട്ട് കവർ ചെയ്തുകൊണ്ട് മറ്റൊരു ക്ലോത്ത് ഒക്കെ ഇട്ടിട്ട് അകത്തുള്ള ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ടാണ് താൻ എത്തിയതെന്നൊരു കള്ളമൊക്കെ സെക്യൂരിറ്റിയുടെ അടുത്ത് പറഞ്ഞിട്ടായിരുന്നു അവളും അകത്തേക്കൊക്കെ കയറി വന്നിട്ടുണ്ടായിരുന്നത്. സോറി ഗൈസ്, ഞാൻ നായികയുടെ പേര് പറയാൻ മറന്നുപോയി. നമ്മുടെ നായികയുടെ പേരാണ് ഉൻഹ. ഈ ഒരു ഹീറോയിൻ ഒരുപാട് ഡ്രാമാസിലുണ്ട്, പക്ഷെ ഞാൻ ആ ഡ്രാമാസ് ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ ഡീറ്റെയിലിംഗ് ഒന്നും കൊടുക്കാതെ നമുക്ക് കഥയിലേക്ക് പിന്നെയും കടക്കാം. എന്തായാലും പോലീസ് വേഷത്തിൽ അകത്തേക്കൊക്കെ പോയി ഡാൻസ് ഒക്കെ ചെയ്ത് നിൽക്കുവാനായിട്ടാണ് പ്ലാൻ എങ്കിൽ ഉറപ്പായിട്ടും നാളത്തെ വാർത്തയിൽ എല്ലാം തന്നെ നായികയുടെ ഫേസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഫ്രണ്ടും അവളോട് പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരുവാനായിട്ട് ആവശ്യപ്പെടുന്നു. ഇനി ചിഹ്വാനെ കാണിക്കുകയാണ്. ചിഹ്വാന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ മിസ്സിംഗ് ആണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നല്ലോ. ഒരു സംഘം ആൾക്കാർ അവൻ അന്വേഷിച്ചു പോയെങ്കിലും അവനെ കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അവൻ വീണ്ടും ഡ്രഗ്സിനൊക്കെ അടിമയായി പോയി കാണുമോ എന്നൊരു സംശയം കൊണ്ട് തന്നെ അവനെ അന്വേഷിച്ച് ഒരു ക്ലബിലൊക്കെ എത്തിയിരിക്കുകയാണ് ചിഹ്വാനും. ഈ ക്ലബും നമ്മുടെ ഉൻഹ എത്തിയിട്ടുള്ള ക്ലബും സെയിം തന്നെയാണ്. സ്വാഭാവികം. നമ്മുടെ നായികയും വാഷ്റൂമിൽ നിന്നും നടന്നു വരുന്ന വഴിക്കാകട്ടെ വില്ലൻ ടീമിനെയൊക്കെ ചെറുതായിട്ടൊന്ന് കാണുന്നുണ്ട്. പിന്നീട് അവൾ നേരെ മുന്നോട്ടൊക്കെ നടന്നു വരുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു വെയിറ്ററിനായിട്ട് അവൾ ചെന്ന് ഇടിക്കുകയും അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരുപാട് മിഠായികളൊക്കെ താഴെ പോവുകയും ചെയ്യുന്നു. പക്ഷെ അതല്ല നമ്മുടെ വിഷയം. അവളും അവിടെ നിന്ന് വീഴുവാനായിട്ടൊക്കെ തുടങ്ങുന്നു. ഇതേ സമയത്ത് ചിഹ്വാൻ അവിടെ എത്തി അവളെ പിടിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് നമ്മുടെ നായകനും നായികയെ കണ്ടുമുട്ടുന്നു. നായികനെ നേരിട്ട് കണ്ട സ്ഥിതിക്ക് അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമല്ലോ. സോ നമ്മുടെ ജീഹ്വാനും നിലത്ത് കിടന്നിട്ടുണ്ടായിരുന്ന പല പല കവേഴ്സിൽ ഒരു കവറൊക്കെ എടുത്തു കൊടുത്ത് അവളെയും സഹായിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് വില്ലൻ ഗ്യാങ്ങിനെ കാണിക്കുന്നു. കാറ്റ് ഗ്യാങ്ങിലെ പ്രധാനപ്പെട്ട ആളുടെ വലം കൈയായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഗ്യാങ്കിൽ. സോ ഗ്യാങ്കിലിനും നമ്മുടെ ഹീറോ ആയിട്ടുള്ള ജീവൻ ആ ഒരു ക്ലബിലൊക്കെ എത്തിയിട്ടുണ്ടെന്നുള്ള ഒരു ഇൻഫോർമേഷൻ ഒക്കെ ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗ്യാങ്കിലും ജിഹാനെ തടഞ്ഞുകൊണ്ട് അവനെതിരായിട്ടൊക്കെ വന്ന് നിൽക്കുന്നു. ഈ ഒരു സമയത്ത് താൻ ഇവിടെ വഴക്കിന് ഒന്നും തന്നെയല്ല വന്നത്. തന്റെ കൂടെയുള്ള ഒരാൾ മിസ്സിംഗ് ആയി പോയി, അവനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജിഹാനും കയ്യിലുണ്ടായിരുന്ന ഫോട്ടോയൊക്കെ അവരുടെ നേർക്കും നീട്ടി കാണിക്കുന്നൊക്കെയുണ്ട്. പക്ഷെ അവരും അവനോട് എത്രയും വേഗം അവിടെ നിന്ന് പോകുവാനായിട്ടൊക്കെ ആവശ്യപ്പെടുന്നു. ഗ്യാങ്കിലിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വെയിറ്റർ ആകട്ടെ കയ്യിലുണ്ടായിരുന്ന മദ്യക്കുപ്പിയൊക്കെ ആയിട്ട് പോകുന്നത് കാണുമ്പോഴത്തേക്കും ഇതിനു മുമ്പ് ഇതേ മദ്യക്കുപ്പിയിൽ എന്തോ ഒന്ന് പൊടിച്ചിടുന്നതൊക്കെ ജിഹ്വാനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജിഹ്വാനും അതൊക്കെ എടുക്കുന്നു. പക്ഷെ അതിന്റെ അകത്ത് ഡ്രഗ്സ് ഒക്കെ ആയിരുന്നു ചേർത്തിട്ടുണ്ടായിരുന്നത്. അതൊരിക്കലും ജിഹ്വാൻ അറിയാതിരിക്കുവാനായിട്ട് ഗ്യാങ്കിലും ആ ഒരു വെയിറ്ററിനെ മൊത്തത്തില് നിലത്തേക്കൊക്കെ ഇടുകയാണ്. അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന കുപ്പിയൊക്കെ പൊട്ടി ആ ഒരു മദ്യം അവിടെ മുഴുവൻ ഒഴുകുന്നു. ഗാംഗിലായിരുന്നു അയാളെ തള്ളിയിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നതെങ്കിൽ പോലും പെട്ടെന്ന് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ താൻ ഇതിൽ ഒരു കുറ്റവാളിയും അല്ല എന്ന രീതിയിലൊക്കെ തെളിയിക്കുവാനായിട്ട് ഗാംഗിലും എത്ര വിലയുള്ള കുപ്പിയാ നീ പൊട്ടിച്ചതെന്നൊക്കെ അറിയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പാവം ആ ഒരു വെയിറ്ററിനെ തല്ലി ചതയ്ക്കുകയാണ്. നിന്റെ ജോലിക്കാരെ നീ ഒരിക്കലും ഇങ്ങനെ ഉപദ്രവിക്കാനായിട്ടൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചീഹ്വാനും ഗാംഗിലിനെ പിടിച്ചു മാറ്റിയതിനു ശേഷം വെയിറ്ററിന്റെ കാര്യമൊക്കെ അന്വേഷിച്ചുകൊണ്ട് അയാളുടെ അടുത്തേക്കൊക്കെ പോയി ഇരിക്കുന്നുമുണ്ട്. ഈ ഒരു സമയത്തായിരുന്നു അതുവഴി നമ്മുടെ നായികയായിട്ടുള്ള ഉൻഹ എത്തിയിട്ടുണ്ടായിരുന്നത്. ഉൻഹ നോക്കുമ്പോഴത്തേക്കും നിലത്ത് കിടന്ന കുപ്പിച്ചിലൊക്കെ ആയിട്ട് നിൽക്കുന്ന ചിഹ്വാനെ കാണുമ്പോഴത്തേക്കും ചിഹ്വാൻ ആയിരിക്കും അയാളെ ഉപദ്രവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ അവളും തെറ്റിദ്ധരിക്കുന്നു. അവളും നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യുവാനായിട്ട് പാടില്ല എന്നൊക്കെ വിളിച്ചു പറയുന്ന സമയത്താക്കട്ടെ അവൾ അവളുടെ യൂണിഫോമിന് മുകളിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ക്ലോത്ത് ഒക്കെ ഊരി പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവൾ പോലീസ് ആയിരിക്കുമെന്ന് അവിടെയുള്ള എല്ലാവരും തന്നെ വിചാരിക്കുന്നു. മാത്രമല്ല ആ ഒരു പോലീസിനെ അവിടെ കണ്ടത് കൊണ്ട് തന്നെ എല്ലാവരും പോലീസ് വന്നു എന്നൊക്കെ വിളിച്ചു പറയുന്നുമുണ്ട്. ഈ ഒരു സമയത്ത് യഥാർത്ഥത്തിൽ പ്രതികളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാളും അവൾ ശ്രദ്ധിക്കാതെ അവർ രക്ഷപ്പെട്ടു പോയെന്ന് പറയുന്നതായിരിക്കും കൂടുതൽ കറക്റ്റ്. ഇപ്പോൾ കയ്യിലുള്ള ഈ ഒരു കുപ്പിയൊക്കെ താഴെ വെക്കുന്നൊക്കെ പറഞ്ഞു അവൾ നിൽക്കുമ്പോഴത്തേക്കും അവളും പോലീസ് ആയിരിക്കുമെന്നൊക്കെ അവൻ വിചാരിക്കുന്നു. സോ അവൾ പറഞ്ഞതുപോലെ തന്നെ അവൻ കേൾക്കുന്നുമുണ്ട്. പിന്നീട് അവന്റെ കയ്യിലൊക്കെ വിലങ്ങണിയിക്കുകയാണ് അവളും. പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏത് കാരണം കൊണ്ടാണ് അയാളെ അറസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ പോലീസ് തന്നെ പറയണമല്ലോ. അതൊക്കെ ഓർത്തു നോക്കിയിട്ടുണ്ടായിരുന്ന അവളാകട്ടെ അഡ്വക്കേറ്റ് വരുന്നോടം വരെ നിങ്ങൾക്ക് സംസാരിക്കാതെ ഇരിക്കുവാനുള്ള അവകാശമൊക്കെ ഉണ്ട് എന്നൊക്കെ അവൾ പറയുന്നുമുണ്ട്. ഇത് ഡ്രാമാസ് ഒക്കെ പൊതുവെ കാണുന്ന ഏതൊരാൾക്കും പറയുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്.
എങ്കിൽ പോലും നിനക്ക് വാറന്റ് ഇല്ലാതെ എന്നെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ജിഹ്വാൻ ഉൻഹയുടെ അടുത്തേക്കൊക്കെ നടക്കുമ്പോഴത്തേക്കുമാണ് മൊത്തത്തിൽ എന്തോ ഒരു പന്തികേടൊക്കെ അവൾക്കുണ്ട് എന്ന് അവൻ മനസ്സിലാക്കുന്നത്. അതായത് പോലീസ് ഓഫീസർ ആണെന്നൊക്കെ പറഞ്ഞാണ് അവൾ എത്തിയിട്ടുണ്ടായിരുന്നതെങ്കിൽ പോലും തിളങ്ങുന്ന ഷൂസ് ഒക്കെ ആയിരുന്നു അവൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വീണ്ടും സംശയം തോന്നുന്ന അവൻ അവളുടെ ഡ്രസ്സിൽ നോക്കി കഴിയുമ്പോഴത്തേക്കും ഇത് ഡ്യൂപ്ലിക്കേറ്റ് പോലീസ് ആണെന്ന് ആ ഒറ്റ ഡ്രസ്സിൽ നിന്നും തന്നെ അവന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഐഡി ഒന്ന് കാണിച്ചേ, ഞാനും നിങ്ങൾ പോലീസ് ആണോ എന്നൊക്കെ നോക്കട്ടെ എന്നൊക്കെ അവൻ പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന കാര്യമൊക്കെ അവൾക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കാറിൽ വെച്ച് ഐഡി കാർഡ് മറന്നു പോയെന്നൊക്കെ അവളും കള്ളം പറയുന്നൊക്കെയുണ്ട്. പക്ഷെ അവൾ റിയൽ ആയിട്ടുള്ള പോലീസ് അല്ല എന്ന് അവൻ മനസ്സിലാക്കിയെന്ന് അറിയിക്കുകയും അതുപോലെ തന്നെ റിയൽ ആയിട്ടുള്ള കുറച്ച് പോലീസുകാർ അവിടെ എത്തുകയും ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും അവളും ആ ഒരു ഗ്യാപ്പിൽ ഓടി രക്ഷപ്പെടുന്നു. പോലീസ് നിർബന്ധമായിട്ട് തന്നെ ജിഹ്വാനെ പിടിച്ചുകൊണ്ട് പോകുവാനായിട്ടൊക്കെ നോക്കുകയാണ്. ജിഹ്വാനും ഒരു പോലീസൊന്നും അല്ല എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ എന്നെ കൊണ്ടുപോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പോലീസുകാര് സ്റ്റേഷനിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാമെന്ന അഭിപ്രായക്കാരാണ്. അങ്ങനെയിരിക്കെ ജിഹ്വാന്റെ കയ്യിലേക്കൊന്ന് തൊട്ട് നോക്കുമ്പോഴത്തേക്കുമാണ് കയ്യിലിട്ടിട്ടുണ്ടായിരുന്ന വിലങ്ങൊക്കെ വെറും കളിപ്പാട്ടമായിരുന്നു എന്ന കാര്യമൊക്കെ പോലീസുകാരും മനസ്സിലാക്കുന്നത്. അവൻ അതുകൊണ്ട് തന്നെ എന്നെ അറസ്റ്റ് ചെയ്തത് ശരിക്കുമുള്ള പോലീസ് അല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിച്ച് പോലീസുകാരുടെ അടുത്ത് നിന്ന് തർക്കിക്കുന്നു. പക്ഷെ പോലീസും അവനെ വെറുതെ വിടുവാനായിട്ട് തയ്യാറായിരുന്നില്ല. ഈ ഒരു ഗ്യാപ്പില് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് നമ്മുടെ ഗുൺഹയും. എന്താന്നറിയില്ല. ഈ ഒരു ഡ്രാമ കുറച്ച് കോമഡി ഒക്കെ ആയിട്ട് ഫീൽ ചെയ്തത് കൊണ്ടായിരിക്കാം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊക്കെ ആയിരുന്നു എനിക്കും ഇതൊന്ന് അവതരിപ്പിക്കുവാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അവതരണ ശൈലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമന്റ് ചെയ്യുവാനായിട്ട് മറക്കരുത്. തൽക്കാലത്തേക്ക് ഈ ഒരു വീഡിയോ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും വേഗം കാണാം. ബൈ.